രാജീവിനെ വിശ്വസിച്ചത് എൻ്റെ തെറ്റായിപ്പോയി, വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമായിരുന്നു. രാജീവ് പത്മയെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചാണ് അവസാന നിമിഷം വരെ ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ രാജീവിനെ ചതിച്ചു കളഞ്ഞു അല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇനി സംഭവിക്കാനായിട്ട് 100% സാധ്യതയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. നമുക്കറിയാം, നമ്മുടെ അഞ്ജലിയും അർജുനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇനി അഞ്ജലിയും അർജുനും തെറ്റാൻ പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ല, പക്ഷേ അത് സംഭവിച്ചേ തീരും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അഞ്ജലിയും അർജുനും തമ്മിൽ തെറ്റുന്നത് ഒരു തെറ്റിദ്ധാരണ മൂലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടിരുന്നു, നമ്മുടെ അഞ്ജലി നല്ല രീതിയിൽ കോടതിയിൽ പത്മ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിൽ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കും എങ്കിലും ഏറ്റവും അവസാനം വലിയൊരു തിരിച്ചടിയാണ് നമ്മുടെ അഞ്ജലി കുട്ടിക്ക് കിട്ടുന്നത്. അതായത് പത്മ ഹാജരാകില്ല. അതുമായി ബന്ധപ്പെട്ട പ്രൊമോസും കാര്യങ്ങളും അതിൻ്റെ റിവ്യൂസും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പത്മ ഹാജരാകാതെ വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി കോടതിയിൽ വെച്ച് നേരിടുകയാണ് നമ്മുടെ അഞ്ജലി. കോടതി ചോദിക്കും, എന്തുകൊണ്ടാണ് പത്മയെ ഹാജരാക്കാനായിട്ട് പറ്റാത്തത്? നിങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് പോയി. അഡ്വക്കേറ്റ് അഞ്ജലി കോടതിയെ കബളിപ്പിക്കുകയാണോ? ആ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ അതുവരെ കസറി നിന്ന് നമ്മുടെ അഞ്ജലി അങ്ങ് ഡൗൺ ആയി പോകുക ഒരു നിമിഷം. ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അഞ്ജലിക്ക് അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അർജുൻ നമ്മുടെ പത്മയും കൊണ്ട് വരും എന്നൊരു പ്രതീക്ഷ അപ്പോഴും അഞ്ജലിയുടെ മനസ്സിലുണ്ടായിരുന്നു. അമ്പാടി അവിടെ വരെ എത്തിക്കും. അപ്പോൾ അമ്പാടിയുടെ അടുത്തു നിന്നും പത്മയെ വളരെ സേഫായിട്ട് കോടതി മുറിയിൽ നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് എത്തിക്കും അർജുൻ എന്നൊരു പ്രതീക്ഷ നമ്മുടെ അഞ്ജലിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. വളരെ നിരാശയാണ് അവസാനം അഞ്ജലിക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ അഞ്ജലിക്കാണ് വിഷമോ സങ്കടമൊന്നും സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഇന്നത്തെ ഒരു സിറ്റിങ്ങോട് കൂടിയിട്ട് ഏകദേശം ഈ പത്മ കേസ് ഒരു അന്ത്യത്തിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ അഞ്ജലി കോടതിയിൽ ഇന്ന് ഹാജരാകുന്നത് കേട്ടോ. പക്ഷേ അതൊന്നും സംഭവിക്കില്ല. അവസാനം വേറൊരു സിറ്റിങ്ങിലേക്ക് കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെ വളരെ നിരാശയും സങ്കടത്തോടു കൂടി കോടതിയിൽ പുറത്തേക്ക് വരും. ഇതിനിടയിൽ നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടൊരു കാര്യമുണ്ട്. അപ്പോൾ കോടതിയുടെ പുറത്തേക്ക് വരും, അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കും. അത് കഴിഞ്ഞ് അഞ്ജലി കുട്ടി ഈ പത്മേനെ ഫോൺ വിളിച്ച് ഒരുപാട് തവണ ഫോൺ വിളിച്ചൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഫോൺ വിളിച്ച് നോക്കിയിട്ടും ഈ പത്മയെ കിട്ടാതെ ഒരു അമ്പാടിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, അർജുനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. ഈ കോടതി മുറിയിൽ വെച്ചും അഞ്ജലിയുടെ മനസ്സിൽ അമ്പാടി കൊണ്ടുവരും, അമ്പാടി പത്മയെ ഹാജരാക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ കോടതിയിൽ എത്തുന്നതിന് തലേ രാത്രി അഞ്ജലിയും അർജുനും സംസാരിച്ച സമയത്ത് ഞാൻ പത്മേനെയും കൊണ്ട് എത്തിയേക്കാം എന്നൊരു വാക്കും നമ്മുടെ അർജുൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ വാക്കിന് പുറത്താണ് പത്മ വളരെ സേഫായിട്ട് കോടതിയിൽ എത്തുമെന്നൊരു പ്രതീക്ഷയിൽ നമ്മുടെ അഞ്ജലിക്കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കി കോടതിയിൽ വലിയ തിരിച്ചടികൾ അഞ്ജലി നേരിട്ടു. അപ്പോൾ ആ ഒരു നിരാശയും സങ്കടവും കൂടിയിട്ടാണ് നമ്മുടെ അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ കണ്ടു, ഈ പത്മ മരിച്ചു പോയി എന്ന് രാഘവനുണ്ണി പ്രഖ്യാപിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു റിവ്യൂ ഇട്ടപ്പോഴും ഞാനത് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്, എല്ലാം ഒരു തെറ്റിദ്ധാരണകളായി മാറട്ടെ, നമ്മുടെ പത്മ തിരിച്ചു വരണം, എങ്കിൽ മാത്രമേ അഞ്ജലിക്ക് ഒരു ജീവിതം മുമ്പോട്ടുള്ളൂ, ഈ അഞ്ജലിയുടെ ഈ കഥയ്ക്കും ഒരു മുമ്പോട്ടൊരു പോക്ക് ശരിക്കും പറഞ്ഞാൽ പത്മയില്ലെങ്കിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ രാഘവനുണ്ണി അവിടെ വന്ന് ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതുവരെ നമുക്കറിയാം, ഈ പത്മയെ സംരക്ഷിച്ച് കോടതിയിൽ ഈ അർജുൻ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് ഈ രാഘവനുണ്ണിയും അർജുൻ്റെ അമ്മയും എല്ലാവരും കൂടി പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പത്മേനെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഒന്നും നമ്മുടെ
അർജുന് പറ്റാതിരുന്നത്. അപ്പം തിരിച്ച് രാഘവനെ കോടതിയിൽ നിന്ന് തിരിച്ച് ശംഖചക്രത്തിൽ എത്തുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അർജുനെ മുറിയിൽ നിന്നും പുറത്തേക്ക് വിടുന്നുമുണ്ട്. അപ്പോൾ അർജുൻ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ രാഘവനുണ്ണി പ്രഖ്യാപിക്കുന്നത് പത്മ മരിച്ചുപോയി, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. ആ ഒരു സമയത്ത് മിക്കവാറും ഹെവി സീൻ അവിടെ നടക്കും. രാഘവനുണ്ണിയെ ഒരുപാട് ചോദ്യം ചെയ്യും അർജുൻ, അങ്ങനെ സീനുകളൊക്കെ അവിടെ നടക്കും, ഉറപ്പാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയെ കാണാനായിട്ട് നമ്മുടെ അർജുൻ ഓടിയെത്തും കേട്ടോ. അർജുൻ ഓടിയെത്തും. പക്ഷെ അവിടെ വെച്ച് അർജുൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അരങ്ങേറാനായിട്ട് പോകുന്നത്. അഞ്ജലിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വളരെ വിഷമത്തോടെയും സങ്കടത്തോടെയും കൂടിയാണ് നമ്മുടെ അർജുൻ ഓടി വരുന്നത്. കാരണം രാഘവനുണ്ണി ഓൾറെഡി ശംഖചക്രത്തിൽ വന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പത്മ മരിച്ചുപോയി എന്ന്. ഈ സമയത്തിനിടയ്ക്ക് നമ്മുടെ അർജുൻ ഒരുപാട് നമ്മുടെ അമ്പാടിയെ വിളിച്ചൊക്കെ നോക്കും. പക്ഷെ ആ ഒരു സമയത്തൊന്നും ഫോണിൽ കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം വേഗം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ അർജുൻ ഓടി നമ്മുടെ അഞ്ജലിയുടെ അടുത്ത്. പക്ഷേ കണ്ട മാത്രയില്ല, കാണുമ്പോൾ തന്നെ അർജുന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണം അല്ല നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ അർജുന് പറയാനുള്ളത് എന്ത് എന്ന് പോലും ഒരുപക്ഷെ അഞ്ജലി ആ ഒരു സമയത്ത് കേൾക്കത്തില്ലായിരിക്കും കേട്ടോ. അപ്പോൾ അർജുനെ കാണുമ്പോൾ തന്നെ അഞ്ജലി പറയും, രാജീവ് എന്നെ ചതിച്ചല്ലേ, രാജീവ് ഒറ്റ ഒരാളെ വിശ്വസിച്ച ഞാൻ കോടതി മുറിയിൽ കാത്തിരുന്നത്, ഞാൻ കോടതി മുറിയിൽ നാണം കെട്ടു രാഘവനുണ്ണിയുടെ മുമ്പിൽ. ഈ കേസിൽ ഇന്നത്തോടു കൂടി വിധി ഉണ്ടാകും, ന്യായമായ വിധി ഉണ്ടായി, ഈ പത്മ കേസിൽ നമുക്ക് അനുകൂലമായി മാറി, ഇന്നത്തോടു കൂടി കേസ് തീരുമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ രാജീവിനെ വിശ്വസിച്ചത് എൻ്റെ തെറ്റായിപ്പോയി, വേറെ ആരെങ്കിലും ഏൽപ്പിക്കണമായിരുന്നു. രാജീവ് പത്മയെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചാണ് അവസാന നിമിഷം വരെ ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ രാജീവനെ ചതിച്ചു കളഞ്ഞു അല്ലേ. അപ്പോഴെല്ലാം നമ്മുടെ അർജുൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അഞ്ജലി അങ്ങനെയല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, എനിക്ക് ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്, എന്നെ ഒന്ന് മനസ്സിലാക്കൂ. അങ്ങനെയൊക്കെ പറയുമ്പോഴും അഞ്ജലി ഒരു പക്ഷെ അതൊന്നും കൂട്ടാക്കത്തില്ല. ഒരു പക്ഷെ മിണ്ടാതെ അർജുൻ പറയുന്നത് എന്ത് എന്ന് പോലും കേൾക്കാതെ ഓടിപ്പോവുമായിരിക്കും അഞ്ജലി. അപ്പോൾ നമ്മുടെ അർജുന് ഒരുപാട് വിഷമാകും. താൻ പറയുന്നത് ഒന്ന് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പോലും ഈ അഞ്ജലി തയ്യാറാവത്തില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീടും അഞ്ജലി ഈ പത്മയെ കോണ്ടാക്ട് ചെയ്യാനും അമ്പാടിയെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊന്നും കാര്യങ്ങൾ നടക്കില്ല. അവസാനമാണ് പിന്നെയും അഞ്ജലി നമ്മുടെ അർജുനെ തന്നെ വിളിച്ചു നോക്കുന്നത്. അർജുൻ, ആ സമയത്ത് എനിക്ക് അത്രയും ദേഷ്യം വന്നുകൊണ്ടാണ് രാജീവ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എന്താണ് രാജീവിനെ പറയാനുള്ളത്, എന്താണ് കാര്യം പറയുമെന്ന് പറയും. അപ്പോഴാണ് ആ ഒരു സമയത്ത് അഞ്ജലി ചോദിക്കുകയും ചെയ്യും, ഞാൻ അമ്പാടിയെയും പത്മയും മാറി മാറി ഫോൺ വിളിക്കുന്നുണ്ട്, എന്നിട്ടും കിട്ടുന്നില്ല, എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് നമ്മൾ അർജുൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് പോകുന്നത് അഞ്ജലിയോട്. അതായത് അർജുനെ മുറിയിൽ പൂട്ടിയിട്ട കാര്യവും അതുപോലെ തന്നെ പത്മ മരിച്ചുപോയി എന്നുള്ള ഒരു സത്യം കൂടി നമ്മുടെ അഞ്ജലിയോട് അപ്പോഴാണ് നമ്മുടെ അർജുൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അർജുൻ കാരണമാണ് പത്മ എത്താത്തത്, അർജുൻ അറിഞ്ഞുകൊണ്ട് എത്തിച്ചില്ല, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അർജുൻ ആ കാര്യം വിട്ടുപോയി, അങ്ങനെയൊക്കെ. പക്ഷേ അതൊക്കെ തെറ്റിദ്ധാരണകൾ എന്താണെങ്കിലും മാറാതിരിക്കത്തില്ല. പക്ഷേ അർജുൻ്റെ വായിൽ നിന്നും പത്മ മരിച്ചുപോയി എന്നൊരു സത്യം നമ്മുടെ അഞ്ജലി അറിയും. എന്താണെങ്കിലും വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് നടക്കാനായിട്ട് പോകുന്നത്. ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ കാത്തിരുന്ന് കാണുക. പ്രതീക്ഷകൾ നമ്മുടെ മനസ്സിലുണ്ട്, ഇതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. എന്താണെങ്കിലും കാത്തിരുന്ന് നിങ്ങളും കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.